സതീശൻ ധനകാര്യ ഭരണം തുടങ്ങിയത് പ്ലാനിങ്ങിന്റെ 6000 കോടി രൂപയിൽ കൈവച്ചുകൊണ്ടാണ്. അതിൽ 1500 കോടി രൂപയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ. ഈ കൊച്ചി കോർപ്പറേഷനിൽ 100 കോടി രൂപയാണ് നഷ്ടം കുറഞ്ഞിരിക്കുന്നത്, കോടി രൂപ. അപ്പോൾ ശമ്പളം, പെൻഷൻ, പലിശ, സബ്സിഡി ഇതല്ലാത്ത റവന്യൂ ചെലവിൽ പ്രധാനമായി വരുന്ന 2 എണ്ണത്തിൽ പഞ്ചായത്തുകൾക്കുള്ള ഗ്രാൻഡ്. മറ്റു സംസ്ഥാനങ്ങൾക്ക് പരിചയമുള്ളതല്ലത്, കേരളത്തിനേ ഉള്ളൂ പരിചയം. ഇവർ ഭരിക്കണ കർണാടകത്തിൽ കൊടുക്കുമോ പഞ്ചായത്തിന് പൈസ? കർണാടകത്തിൽ കൊടുക്കും അക്കൗണ്ടിൽ, അതിൻ്റെ കഥ വേറെ പറയാം. തെലങ്കാനയിൽ കൊടുക്കൂ, ഹിമാചലിൽ കൊടുക്കൂ? ഇല്ലെന്ന്. ഇത് കേരളത്തിൻ്റെ ആർജിതമായിട്ടുള്ള സംഗതിയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാൻഡ് എന്ന് പറയുന്നത്. അതുമേ കൈവച്ചു. അതുണ്ടാക്കുന്നത് ഈ ജനങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുക. രണ്ടാമത്തത്, ഒരു മാസം 1100 കോടി രൂപ വെച്ച് ഏതാണ്ട് 13,000-ലധികം കോടി രൂപ ചെലവ് വരുന്നൊരു പരിപാടിയാണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ. അതിലും കൈവയ്ക്കുകയാണ്. സതീശൻ കേരളത്തിൻ്റെ ധനസ്ഥിതിയെ ബാലൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ ജീവിതത്തിനകത്ത് ബാധിക്കുന്ന തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ എക്സ്ക്യൂസ് വരുത്തിക്കൊണ്ടാണ്. അല്ലാതെ യൂണിയൻ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള പണം കിട്ടാനുണ്ട് എന്ന് നിവർന്നെന്ന് പറയാൻ പോലും തയ്യാറില്ല. അതാണ് 3 മാസത്തെ എക്സ്പീരിയൻസ്. ഇവിടെ ഈ പെൻഷൻ്റെ ഓർഡറിനകത്ത് നിങ്ങൾ നോക്കിക്കോളൂ. DBT കൊടുത്തില്ല എങ്കിൽ പല ആനുകൂല്യവും തരത്തില്ല എന്ന് മോഡി സർക്കാർ പറഞ്ഞു. ഇത് ഇപ്പോഴാണ് പറയണേ? ഇത് കഴിഞ്ഞ 10 വർഷമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. LDF സർക്കാർ എന്താ ചെയ്തത്? LDF സർക്കാർ പറഞ്ഞത്, നിങ്ങൾ കേരളത്തിൽ 62 ലക്ഷം പെൻഷൻകാരിൽ 8.5 ലക്ഷം പേർക്ക് മാത്രമാണ് നിങ്ങൾ 200 മുതൽ 300 രൂപ വരെ കൊടുക്കുന്നത്. ബാക്കി ഞങ്ങൾ കൊടുക്കണമാണ്. ഞങ്ങൾ കൊടുക്കണത് എങ്ങനെ കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. നിങ്ങൾ കൊടുക്കണത് ഞങ്ങളാണിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. നേരത്തെ കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ചിരുന്നതും BJP ശക്തിപ്പെടുത്തി നടപ്പിലാക്കുന്നതുമായിട്ടുള്ള തനി നവലിബറൽ സമീപനങ്ങളും ഭരണക്രമങ്ങളുമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എക്സ്പെൻഡിച്ചർ എക്സ്ക്യൂസ് കൊണ്ടുവന്ന് കേരളത്തിൻ്റെ ഫിനാൻസിനെ ബാലൻസ് ചെയ്യുക എന്ന ദുഷ്ടലാക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പണം കുറച്ചതും അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനിലേക്ക് കൈവയ്ക്കുന്നതും. ഇത് കേവലം കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള സഹകരണ സംഘം ജീവനക്കാരുടെ കണ്ണിലുള്ള തിളക്കവും ചുണ്ടിലുള്ള ചിരിയും മായ്ക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൂക്കി ലൈനല്ല, കൃത്യമായ ധാരണകളോടെയുള്ള നയമാണ്. അത് സ്ക്വീസ് ചെയ്യുന്നത്.